കടയ്ക്കാവൂർ തെക്കുംഭാഗം സ്വദേശിയായ മണലിൽ ബാബുവിന് കുട്ടിക്കാലം തൊട്ടേ നാടകത്തോടും സിനിമയോടും വല്ലാത്ത കമ്പമായിരുന്നു. ചെറുപ്പകാലത്ത് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു. നിറഞ്ഞ കൈയടിയോടെയാണ് ഗ്രാമസദസ്സുകൾ മണലിൽ ബാബു എന്ന കലാകാരനെ അംഗീകരിച്ചത്. ഈ വേളയിലാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം ബാബുവിന്റെ മനസ്സിലുദിച്ചത്. ഒടുവിൽ ഒരു നാൾ ബാബു മദിരാശിയിലേക്ക് വണ്ടി കയറി. സിനിമയിലൊരു റോൾ തേടി മദിരാശിയിൽ ഒരുപാട് അലഞ്ഞു. ബാബുവിലെ കലാകാരനെ ചിലരെങ്കിലും തിരിച്ചറിഞ്ഞു. അങ്ങനെ മണലിൽ ബാബുവും സിനിമാ നടനായി. 60ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. എല്ലാം കൊച്ചു കൊച്ചു വേഷങ്ങൾ. ഏറെ കഴിവുണ്ടായിട്ടും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിക്കാത്തതിൽ ബാബുവിന് ദുഃഖമുണ്ട്. മദ്രാസിൽ ചെന്നിട്ട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. യാത്ര, വിഷ്ണുലോകം, വിദ്യാരംഭം, ലാവ, ഒരുപാട് പടങ്ങൾ ചെയ്തു. മൂർഖൻ. യാത്ര ബാംഗ്ലൂർ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. പിന്നെ മമ്മൂട്ടിയെ സെല്ലിൽ കൊണ്ടിടുന്ന ജയിൽ വാർഡനായിട്ട്. പിന്നെ കാമുകി സെല്ലിൽ വന്ന് അപ്പം കാമുകനെ കാണാൻ വരുമ്പോൾ ഈ ജയിൽ വാർഡൻ, ഒന്നും അല്ലാത്ത ജയിൽ വാർഡൻ അവളെ ഉപദ്രവിക്കുന്നതും അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഷൗട്ട് ചെയ്യുന്നതുമാണ് ഹീറോ മമ്മൂട്ടി. എങ്കിലും തനിക്ക് ലഭിച്ച വേഷങ്ങളെ ചെറുതാണെങ്കിലും തന്മയത്വത്തോടെ ബാബു അവതരിപ്പിച്ചു. സൂപ്പർ ഹിറ്റായ താളവട്ടം സിനിമയിൽ മാനസിക രോഗാശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന മൊട്ട പ്രേക്ഷക മനസ്സുകളിൽ നിന്നും മാഞ്ഞു പോകില്ല. യാത്ര, ബെൻസ്വാസു, വിഷ്ണുലോകം, മൂർഖൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും ബാബുവിന്റെ സാന്നിധ്യമുണ്ടായി. താളവട്ടം മാസ്റ്റർ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും എല്ലാം ഉണ്ട് അതിൽ. അഭിനയിക്കാൻ, എക്സ്പ്രഷൻ കാണിക്കാനുണ്ട്. കാര്യം അത് എല്ലാവർക്കും നല്ല ഒത്തിരി നമ്മൾ സെൻസായിട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ അത് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ. താളവട്ടത്തിലെ ഒരു കോമ, ഒരു സിംബോളിക് ക്യാരക്ടറുണ്ട്. അതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോഹൻലാൽ വന്ന് പറയാണ്, ഇത് നമുക്ക് 2 പേർക്കും സ്കോർ ചെയ്യാൻ പറ്റിയ സാധനമാണ്, അതുകൊണ്ടൊന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാനെന്ത് വേണം സാർ? അല്ല, ഞാൻ പഴം തുണി കണക്ക് ബാബുവിനെ പിടിച്ച് കുടയും. കാര്യം ഭ്രാന്തനായിട്ടാണല്ലോ. അത് ബോഡി ഒന്ന് ലൂസാക്കി ഒന്ന് കോപ്പറേറ്റ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെയ്യാം. അങ്ങനെ അതെടുത്തപ്പോഴത്തേക്ക് അവിടെ വേണുവെട്ടരും പ്രിയ സാറുമൊക്കെ ഫുൾ സാറ്റിസ്ഫാക്ഷനായിരുന്നു. ദൈവാനുഗ്രഹത്തിൽ അത് തിയേറ്ററിൽ വന്നിട്ടും ഇന്നും ഇപ്പോൾ സാർ ആരെടുത്തെങ്കിലും ചെന്ന് പറയാണ് അത് ആ ആൾ ഇന്നാരാണെന്ന് പറഞ്ഞാൽ അതാണ് എന്ന് ചോദിക്കും. സിനിമയിൽ നിന്ന് സാമ്പത്തികമായി എന്തു നേടിയെന്ന് ചോദിച്ചാൽ ഉത്തരം വട്ടപൂജ്യമെന്നാണ്. സിനിമാ ജീവിതത്തിൽ എനിക്ക് തുറന്നു പറയാമല്ലോ, ബിഗ് സീറോയാണ്. പിന്നെ അപൂർവം ചില നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. താളവട്ടം, യാത്ര, വിഷ്ണുലോകം, വിദ്യാരംഭം, ഇതുപോലെ കുറേ പടങ്ങൾ ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്നും അതിൽ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ ബാബുവിന്റെ ജീവിതം കിടക്കപ്പായയിൽ ഒതുങ്ങിയിരിക്കുന്നു. വൃക്കകൾ രണ്ടും തകരാറിലായി ദുരിതത്തിലാണ് ബാബു. പഴയ സുഹൃത്തുക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല. കൂട്ടിന് ഓർമ്മകൾ മാത്രം. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു പണ്ട്. ഇന്ന് ഒരു നല്ല വാക്ക് പറയാൻ, സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല. എന്നെ സംബന്ധിച്ചിട്ടുള്ള ടഫാണ്. കാര്യം എനിക്ക് സപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് പോലും, സന്ധ്യാമോനൊക്കെ നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സാണ്, അവർ പോലുമൊക്കെ സമയമായപ്പോഴത്തേക്ക് മാറിക്കളഞ്ഞു. അതാണ് സിനിമ. ഇന്നത്തെ പോലെ എനിക്ക് ഫ്രണ്ട്സുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ നടനെങ്കിലും ആയിപ്പോയേനെ, ഏതൊരു സംശയമില്ല. പക്ഷെ അന്ന് ഇൻസൾട്ടിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വൃദ്ധയായ അമ്മയോടൊപ്പമാണ് ബാബു ഇപ്പോൾ താമസിക്കുന്നത്. ബാബു ഇപ്പോൾ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. ചികിത്സാ ചിലവുകൾക്ക് പണം കണ്ടെത്താൻ പെടാപ്പാടുപെടുന്നു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മദിരാശിയിൽ ചെലവഴിച്ചതിനാൽ നാടുമായി വലിയ അടുപ്പമില്ലാതെയായി. സിനിമയിൽ താരമാകാൻ കഴിയാതെ വന്നതോടെ പ്രേക്ഷക മനസ്സുകളിലും ഇടമില്ലാതെയായി. ഇങ്ങനെ എത്രയെത്ര കലാകാരന്മാർ. ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണീ ജീവിതവേഷം. ചെറിയൻകീഴ്.